അവൻ ഒരിക്കലും ഒരു കസേര പങ്കുവയ്ക്കത്തില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാൻ നോക്കാം. ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കാം. കമോൺ എവരിബഡി സേ ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അതൊരു വലിയ കാര്യം, നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മിക്ക സമയത്തും ഉണ്ടല്ലോ നമ്മൾ കർത്താവ് പറയുന്നത് ഷെയർ ചെയ്യാനാണ്. നമ്മൾ കർത്താവ് പറയുന്നത് എന്റെ ചെയർ നീയുടെ ഷെയർ ചെയ്തോണം. കർത്താവ് അത് ചെയ്യത്തില്ല. അവന് പൂർണ്ണമായിട്ടും വേണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി അവനെ സേവിക്കണം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുമ്പോഴത്തേക്ക് അത് 4 രീതിയിലാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. നോക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും അവിടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെ ആയിരിക്കണം, സേവിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണമായിരിക്കണം. പൂർണ്ണമായിട്ട് വേണം. അല്ലാതെ ഒരിക്കലും എന്താണ് ചെറിയ നിലയിലല്ല, പൂർണ്ണമായിട്ട്. അവിടെ പറയുന്ന ഓരോ ഭാഗങ്ങള് ഞാനൊന്ന് ഷഫിൾ ചെയ്തിട്ട് ആ പൂർണ്ണ ശക്തി എന്താണ്, പൂർണ്ണ മനസ്സെന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാം. അപ്പൊ പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ആദ്യം അതിന്റെ പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം നമ്മൾ സേവിക്കുന്ന എങ്ങനെ ആയിരിക്കണം? പൂർണ്ണ ശക്തിയോട്. നമ്മൾ പറയുന്ന കൈയൊക്കെ ആട്ടിച്ച് പൊട്ടിക്കണമെന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അതാണ് പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആണോ? ഞങ്ങളുടെ മിഷൻ ജെയിംസിന്റെ കാര്യം പറഞ്ഞത്, ജെയിംസ് ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്ത് അവന്റെ ചർച്ചിലുള്ള പിള്ളേരുടെ കൈയെല്ലാം പൊട്ടിയിരിക്കുക പറഞ്ഞപ്പോഴത്തേക്കും ചിന്തിച്ച് ഇങ്ങനെ കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട്, നീ റബ്ബർ വെട്ടാനോ വല്ലതും വെട്ടുകാരൻ വരാഞ്ഞത് ഇങ്ങോട്ട് തന്നെ പോയി വെട്ടുകയല്ലോ, ചെയ്തിട്ടില്ലാത്ത ജോലിയില്ല, അങ്ങനെ വല്ല കൈവല്ലം പൊട്ടിയാണെന്ന് ചിന്തിച്ച് എന്നെ പറ്റി അച്ഛാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജെയിംസ് നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനിപ്പോ ആരാധിക്കുന്ന കൂട്ടത്തിലാണെന്ന്. ആരാധിച്ച് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുക. പൂർണ്ണ ശക്തിയോടെ. അതാണ് പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ. അല്ല, അതല്ല പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ. പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളൊന്നും ബാക്കി വെക്കാത്തതാണ് പൂർണ്ണ ശക്തി. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഈ ഞങ്ങൾക്ക് അമർ എന്ന് പറഞ്ഞ ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. അവന് അവന്റെ ലാംഗ്വേജ് എന്തോ, അവനൊരു പ്രത്യേക ലാംഗ്വേജ് ഛത്തീസ്ഗഡിയാണ്, പക്ഷെ അതിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് അവൻ സംസാരിക്കുന്നത്. അവൻ അതിനകത്ത് പാട്ടുകളൊക്കെ എഴുതുന്ന ഒരു പയ്യനാണ്, നമ്മുടെ മിഷണറിയാണ്. ഈസ് വെരി ലീൻ. പക്ഷെ ഞാൻ അവനെ പഠിപ്പിച്ചതാണ്, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു വന്നതാണ്. ഞങ്ങൾ കാണുമ്പോഴുള്ള ഒരു പ്രധാനം എന്നറിയാം, ഐ ട്രൈ ടു ടേക്ക് ഹിം. ഞാൻ അവനെ അങ്ങ് കോരി അങ്ങ് എടുക്കും. പിന്നെ ദാറ്റ് വി ഹാവ്, അതങ്ങനെ ഒരു കഷ്ടമായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വാട്ട് ഹി ഈസ് ഡൂയിങ്, അവൻ എന്നെ തിരിച്ചെടുക്കും. എന്നെ എടുക്കത്തക്ക രീതിയിലുള്ള ആരോഗ്യമൊന്നും അവന് ഇല്ല, പക്ഷെ അവൻ എന്നെ തിരിച്ച് എടുക്കും. അത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു എക്സ്പ്രഷനാണ്. അവൻ എങ്ങനെയാണ് എന്നെ എടുക്കാൻ പറ്റുന്നത്? എനിക്ക് 10-75 കിലോ ഇപ്പോൾ ഉണ്ട്, അവൻ എനിക്ക് 50 കിലോയ്ക്കുള്ളൊന്നും കാണത്തില്ല, പക്ഷെ അവൻ എന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ചത്ത് കിടക്കാൻ അവൻ എടുക്കാൻ പറ്റുമോ? ഞാൻ ചത്ത് കിടക്കുകയാണെങ്കിൽ അവൻ എന്നെ എടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവനെന്നല്ല 4 പേര് കൂടി തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പ്രയാസം. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പിന്നെ വായി ഒരു ശവശരീരം, ജീവനുള്ള ഒരാളെ എടുക്കാൻ പ്രയാസമില്ല, ശവശരീരം എടുക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ആരെ അത്ര വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കത്തില്ല. നമുക്കൊരു മനുഷ്യനെ അത്രയും വിശ്വാസം ഇല്ല. എന്റെ പൂർണ്ണ ബലം ഞാൻ ഒരാൾക്കും കൊടുക്കത്തില്ല. ഐ റിസർവ് സം പവർ, സം സ്ട്രെങ്ത് ഫോർ മീ, ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഇറ്റ് ഈസ് ഈസി ഫോർ സംബഡി ടു ടേക്ക് മീ. എന്നാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? എന്റെ വെയിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് റിസർവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല. ഈ മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എന്താണെന്ന് അറിയാമോ? അവരുടെ ഒരു പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിരൽ കൊണ്ട് തള്ളുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വിത്ത് 2 ഫിംഗേഴ്സ് ഒരുത്തനെ വേണമെങ്കിൽ ഒരുത്തനെ താഴെ ഇടുകയോ അടിക്കുകയോ അല്ലെങ്കിൽ പരന്ന കല്ലൊക്കെ പൊട്ടിക്കുകയോ എനി കൈൻഡ് ഓഫ് തിങ്സ്. എന്താണെന്ന് അറിയാമോ? ഹി ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൾ ഹിസ് സ്ട്രെങ്ത് ടു 1 പോയിന്റ്. അത്രേ ഉള്ളൂ. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റിംഗ് ഹിസ് സ്ട്രെങ്ത് ടു 1 പോയിന്റ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമുക്ക് നോർമലി വി വിൽ നോട്ട്, വി വിൽ കീപ് സം കൈൻഡ് ഓഫ് സ്ട്രെങ്ത് ഫോർ അവർസെൽഫ്. പൂർണ്ണ ശക്തി നമ്മൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പൂർണ്ണ ശക്തി നമ്മൾ ഒരിക്കലും കർത്താവിന് വിട്ടുകൊടുക്കത്തില്ല. കാര്യം ഇറ്റ് ഈസ് ഹ്യൂമൻ ദാറ്റ് വി റിസർവ് സം പവർ, സം സ്ട്രെങ്ത് ഫോർ അസ്. എന്നാൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. എന്താ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിയും ശബ്ദവും ഒച്ചത്തിൽ, ഇത്രയും ഉച്ചത്തിൽ കർത്താവ് വേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എന്തോ പൂർണ്ണ ശക്തിയോടെ. അതുകൊണ്ട് തൊണ്ട കീറി വേണം പറയാനെന്നല്ല അതിന്റെ അർത്ഥം. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ തിങ്സ് ദാറ്റ് വി ഹാവ്, എല്ലാം നമ്മുടെ ശക്തിയാണ് അല്ലേ?
ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ദ മണി പവർ, ദ സോഷ്യൽ പവർ, ഇല്ലേ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്, അല്ലേ? എല്ലാത്തിനും ഇപ്പൊ എന്തുകൂടെ ചേരുന്നുണ്ട് നമ്മള് ഇപ്പോഴത്തെ ലാംഗ്വേജിന്റെ കൂട്ടത്തിലുള്ള ഒരു ദ മണി പവർ, ഇല്ലേ? പവർ, ദ ബ്രെയിൻ പവർ. കാര്യം നമുക്ക് മനസ്സിലായി ഇതെല്ലാം ശക്തിയാണ്. പണ്ട് നമുക്ക് ആകെപ്പാടെ എന്താ ഉണ്ടായിരുന്ന ശക്തി? ഇടിക്കാനുള്ള ശക്തിയെ ഉള്ളായിരുന്നു, അല്ലേ? കൈയുടെ ശക്തിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുള്ളൂ. പക്ഷെ ഇപ്പം ആളുകൾക്ക് മനസ്സിലായി കൈയുടെ ശക്തി ഒന്നും അല്ല, ആണോ? ഇന്നിപ്പോ യുദ്ധം ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ലല്ലോ. യുദ്ധം ചെയ്ത് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? നെഗോഷിയേറ്റ് ചെയ്യണം, അല്ലെ? നെഗോഷിയേറ്റ് ചെയ്യണം, കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യണം, ഉപരോധങ്ങൾ, ഇല്ലേ? സോ അവരുടെ എക്കണോമിക് പവർ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ പവർ, അല്ലെങ്കിൽ അവരുടെ ഗ്ലോബൽ അവരുടെ കയ്യിലുള്ള ആ ശക്തി അവരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളുടെ പൂർണ്ണ ശക്തിയോടെ സേവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ സമ്പൂർണമായും നമുക്കുള്ളതെല്ലാം നമ്മളെ തന്നെയും, നമുക്കുള്ളതെല്ലാം പിന്നെന്താണ്, നമ്മളെ തന്നെയും സമ്പൂർണമായും ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നത്. നമ്മൾ ദശാംശം കൊടുക്കുമ്പോഴല്ല നമ്മൾ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കുന്നത്. വെൻ വി ഗിവ് ഓൾ അവർ മണി വി സെർവ് ദ ലോർഡ് വിത്ത് ഓൾ അവർ സ്ട്രെങ്ത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എവിടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ 2.5 മണിക്കൂർ സമാജത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടുപ്രാർത്ഥനയ്ക്കും കൂടെ പോകുമ്പോൾ, ദാറ്റ് ഈസ് നോട്ട് the whole time. We are not giving the whole time for Jesus. In fact, we think we give some time, maybe 2 മണിക്കൂറോ, ആഴ്ചയിൽ 2 മണിക്കൂറോ 5 മണിക്കൂറോ കർത്താവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചിന്ത. We are not serving our Lord with all strength. If you want to say that I'm serving my Lord with all my strength, you have to give the whole hours, every hour in your life, every time, all the time, it should be for Jesus. അത് മുഴുവനും ദൈവത്തിനാണെങ്കിൽ എന്നാലേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നുണ്ട് ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഉള്ളതാണ് ടൈം. ചിലർക്ക് പൈസ കൂടുതൽ കാണുമായിരിക്കും. ലോകത്തിൽ ദൈവം എല്ലാ കാര്യങ്ങളും വേരിയേഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല കർത്താവ് പൈസ കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെയല്ല ശക്തി കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെയല്ല സൗന്ദര്യം കൊടുത്തിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ള ഒന്നുണ്ട്, ടൈം, അല്ലേ? ആർക്കെങ്കിലും 26 മണിക്കൂർ കിട്ടുന്നുണ്ടോ ദിവസം? ഇല്ല. ആൾക്ക് 22 മണിക്കൂർ ആയി പോകുന്നുമില്ല. എവരിബഡി ഗെറ്റ് 24 hours, എല്ലാവർക്കും. ആൻഡ് ദാറ്റ് ഈസ് അവർ പവർ. അപ്പൊ എനിക്ക് എന്തോ ഉള്ളത്? സാധാരണ ആൾക്കാർ ചോദിക്കും, ഞാനിപ്പോ കർത്താവിന് കൊടുക്കാൻ എനിക്ക് വല്ലതും ഉണ്ടോ? എനിക്കൊന്നും ഇല്ലെന്ന് പറയും. നോ, യു ഹാവ്, certainly you have. നമുക്കില്ലെന്നുള്ളത് നമ്മുടെ തെറ്റായി. അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ എന്താണ്? ദാറ്റ് മീൻസ് യു ആർ ടേക്കിംഗ് എവറിഥിങ് ഫോർ യു, അല്ലേ? എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, because you take all things for yourself, then you have nothing else to spare. അത്രേ ഉള്ളൂ. But if you serve the Lord with all your strength, you give all your time for the Lord, മുഴുവൻ സമയം പൂർണ്ണമായി അവനെ പിൻപറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് വേണ്ടി അവൻ യോശുവ എന്ത് ചെയ്തില്ല? ഒരു സമയം അവന് വേണ്ടി മാറ്റിവെച്ചില്ല. ഇതാ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. അവന് നമ്മളുടെ ദ ഹോൾ ടൈം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ ഈ TV സീരിയലിലെല്ലാം ഉണ്ടല്ലോ, TV സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഇടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് കേൾക്കും, ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ആഫ്റ്റർ ബ്രേക്ക്. അന്നേരമാണ് കൊമേഴ്സ്യൽ വരുന്നത്. അന്നേരമാണ് നമ്മൾ അടുക്കളയിൽ കടുകുറക്കാനൊക്കെ പോകുന്നത്, അല്ലേ? കടുകുറക്കാനൊക്കെ പോകും. കാര്യം TV-കാരനറിയാം, മൊത്തം സമയം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരും ഇത് കാണാനിരിക്കത്തില്ല. കാര്യം അവർക്ക് ഇച്ചിരി സമയമൊക്കെ ഇടയ്ക്ക് കൊടുക്കണം അടുക്കളയിലെ പണിക്കൊക്കെ. ബാക്കിയുള്ള സമയം ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, കൊമേഴ്സ്യൽ കഴിഞ്ഞോ മോളെ? ഓടി വരാനാ? അത് വെച്ചേച്ച് പോഞ്ഞു പോകാതെ സിമ്മയിലിട്ടേച്ച്, അല്ലേ? ആരും ചിരിച്ചൊന്നും വേണ്ട. എന്നറിയാമോ, TV-കാരൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം തരും, നമ്മുടെ സ്വന്തം സമയം. പക്ഷേ ദൈവം ഒരിക്കലും നമുക്ക് സ്വന്തം സമയം തരത്തില്ല. ഇറ്റ് ഈസ് ആൻ അൺസീസിംഗ് ഫെലോഷിപ്പ്. ഇഫ് യു വർഷിപ്പ് ദ ലോർഡ്, യു ഹാവ് ടു വർഷിപ്പ് ഹിം കണ്ടിന്യൂവലി ആൻഡ് വിതൗട്ട് സീസിംഗ്. വിട്ടുപോകാതെ, ഇടവേളകളില്ലാതെ. Now you have to give the whole time, the whole money, the whole power, the whole health, everything. And God deserves it because He has given it. അവനെ തന്നു, അല്ലാതെ തന്നത്. All the money you have, it is given by Jesus. All the money, all the time, നമുക്കുള്ള മുഴുവൻ സമയം ആരാ തന്നത്? ദൈവം തന്നത്. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. If it is given by God, you should be a good steward. Time is not yours, money is not yours, your health is not yours, your beauty is not yours. Nothing of the things that you possess, it is not yours. It all belongs to Jesus, and you have to be good stewards of all the things that you are having. Everything. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈയടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും we have just stewards. And what right you have to use it for Satan? You have no right to
use the time for Satan. You have no right to use the time for gossip. Because time is not yours. അപവാദം പറഞ്ഞു വരുത്താനായിട്ട് സമയമെടുക്കാൻ നിനക്ക് അവകാശമില്ല. കാര്യം നിന്റെ സമയമല്ലല്ലോ. ഇന്റർ എമിറേറ്റും ഇന്റർനാഷണൽ കോളും വിളിച്ചിട്ട് ടെലിഫോണിൽ കൂടെ അന്യോന്യം വഴക്കുണ്ടാക്കാനും ഗോസിപ്പ് പറയാനും നിനക്ക് പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് മണി ഈസ് നോട്ട് യുവേഴ്സ്. You have to give the whole thing for the Lord. With all your strength. Not just something. All your strength. The money, the influence, the talent, influence. We all have some kind of influence. ആളുകളുമായിട്ടൊക്കെ നമുക്ക് എത്ര ആളുകളുമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. And when we get some kind of influence, normally we do what kind of നമുക്ക് അതുകൊണ്ട് എന്തോ ഗുണം ഉണ്ടാക്കാൻ പറ്റുന്നു. അത് മനുഷ്യനെ നാച്ചുറലി ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് എന്നാണെന്ന് അറിയാമോ. Somehow I will exploit you. It is your duty to keep yourself. ഞാൻ എങ്ങനെങ്കിലും നിന്നെ നിന്റെ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റാൻ ഞാൻ പരിശ്രമിക്കും. നിന്റെ ജോലിയാണ് അത് തരാതിരിക്കുക എന്നുള്ളത്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് മൈൻഡിന്റെ പ്രത്യേകത. And we do the same thing. All the influence we use it for our benefit, our material benefit, benefit that will enrich us to live in this world in in a better way. That's all. And we are not using it for the kingdom of God. We are not using it for the kingdom of God. നമ്മൾ മനസ്സിലാക്കണം. എവ്രിതിങ് ദാറ്റ് വി ഹാവ്. കർത്താവ് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടായിക്കോളൂ. അനീതിയുള്ള മാമോൻ. ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പറയാം, എന്ത് വാട്ട് ഈസ് ദി അൺറൈറ്റിയസ്നെസ് ഇൻ മണി? എവറി ടൈം വി ഹിയർ മണി ഈസ് എ നെസസറി ഈവിൾ. ഇതൊക്കെ കേട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണ്? നെസസറി ഈവിൾ എന്നുള്ളതല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അനീതിയുള്ള മാമോൻ. ഇറ്റ് ഈസ് an unrighteous mammon. Money is unrighteous. What is the unrighteousness in that? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യന് കൂട്ടിവെക്കാൻ പറ്റുന്നത്. അതിനു മുമ്പ് മനുഷ്യന് ഗ്രാബ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതിനു മുമ്പ് നമുക്ക് സ്വത്തുണ്ടായിരുന്നു, നമുക്ക് നെല്ലുണ്ടായിരുന്നു, പശുവിനെ കറക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അല്ലെങ്കിൽ പാലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ഉണ്ടായിരുന്നു. എവറി കൺസ്യൂമർ ഐറ്റം വി ഹാഡ്. പക്ഷെ ഇതെല്ലാം ഒരു സീസണിലേക്കേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം ഏത് മനുഷ്യന് ഉപകാരമുള്ള സകല വസ്തുക്കളെയും അവൻ ഒരു സീസണിലേക്കേ വെച്ചിട്ടുള്ളൂ. ഒരു സീസൺ കഴിയുമ്പോൾ അത് പോയി. 2 കൊല്ലം അടുപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ നെല്ല് പോയി. 3-4 കൊല്ലമൊക്കെ കുരുമുളക് ഇരിക്കുമായിരിക്കും. ബട്ട് ആഫ്റ്റർ സം ടൈം അത് പോയി. ഏത് സാധനവും, മനുഷ്യന് ഉപയോഗമുള്ള ഏത് സാധനവും കുറച്ചു കാലം കഴിയുമ്പോൾ അതിനകത്ത് തന്നെ എന്തുണ്ട്? ഒരു ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ഇതുണ്ട് അല്ലെ? നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷെ പൈസ കണ്ടുപിടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? മനുഷ്യൻ എന്ത് ചെയ്തു? ഹി സോൾഡ് ഇറ്റ് ആൻഡ് കെപ്റ്റ് ദാറ്റ് മണി ഫോർ ഹിംസെൽഫ്. പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ ഇത് ഷെയർ ചെയ്യല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. എനിക്കിപ്പം 12 പശു ഉണ്ടെന്ന് വെച്ചു, ഞാനിത് പാല് കറന്ന് വെച്ചിട്ട് എനിക്കിവിടെ വെച്ചേക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എക്സസ് വന്നാൽ എനിക്ക് എന്ത് ചെയ്തേ പറ്റൂ? കൊടുത്ത് തീർക്കേ ഉള്ളൂ. ഷെയർ ചെയ്യല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ല. മണി ഇല്ലെങ്കിൽ, പൈസ എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? കൊടുത്തേ പറ്റുള്ളൂ. എന്റെ പശുവിന്റെ പാല് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വേറൊരുത്തിന്റെ അടുത്തുനിന്ന് കോഴിയുടെ മുട്ട വാങ്ങിക്കുന്നു. ബാർട്ടർ സിസ്റ്റം ഒക്കെ ആണെന്നുള്ളത് ഇല്ലേ? പക്ഷെ മനുഷ്യന്റെ ജീവിതം എന്ത് സുഖമാണ്. എവരിബഡി ഗെറ്റ്സ് എവരിതിങ്. പക്ഷെ പണം കണ്ടുപിടിച്ചതോടുകൂടെ എന്ത് ചെയ്തു? മനുഷ്യൻ ഇത് ഗ്രാബ് ചെയ്യാൻ, സൂക്ഷിച്ചു വെക്കാൻ. ആൻഡ് യു നോ ദ സേറ്റൻസ് ലൈ. എന്താ നമ്മളുടെ പണം? ഇറ്റ് ഇസ് ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ കൊണ്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം നിങ്ങൾ കണ്ടുണ്ടോ? നമുക്ക് അടുക്കളയെ പിച്ചാത്തി കറിക്കറിയാൻ അരിയാൻ നിങ്ങൾക്ക് ഗോൾഡ് കൊണ്ട് പിച്ചാത്തി ഉണ്ടാക്കിയ പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് ഇരുമ്പുണ്ടെങ്കിലേ പറ്റും. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ കൊണ്ട് വേറെ എന്ത് ഗുണം? ഒരു ഗുണവും കാണത്തില്ല. കാര്യം ദൈവം ഉണ്ടാക്കിയ എന്തെങ്കിലും ഗുണം കാണാതിരിക്കുന്നു ഞാൻ പറയുന്നില്ല. നോർമൽ ലൈഫില് ഗോൾഡ് ഈ സൂക്ഷിച്ചു വെക്കാനല്ലാതെ വേറെ എന്തെങ്കിലും സാധനത്തിന് കൊള്ളാവും? നാച്ചുറലി ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനം. പക്ഷേ ആ ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ് ഇന്ന്